ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള 2 ഡിഷസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഇതിൽ ഒരു ഡിഷിൻ്റെ റെസിപ്പി മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കൂടുതൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ ചില്ലി ചിക്കന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, പിന്നെ സെലറി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കാണ്, പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. സെലറി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ അവർ എടുത്ത് തരുന്നതാണ്. നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചില്ലി ചിക്കൻ്റെ ആവശ്യമുള്ള പൊടികളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്ന് മാറ്റിയേക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ആകെ വേണ്ടത് കുരുമുളക് പൊടിയും വിനീഗറും മാത്രമാണ്. ഈ കറുത്ത കുരുമുളക് പൊടിക്ക് പകരം വൈറ്റ് പെപ്പർ, വെള്ള കുരുമുളക് പൊടി കിട്ടിയാലും വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് വെള്ള കുരുമുളക് പൊടിയാണ് ആക്ച്വലി നമ്മൾ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ഫ്രൈഡ് റൈസിന് ആ മസാല ഉണ്ടല്ലോ വെജിറ്റബിളിൻ്റെ, അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഓയിൽ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അതിനുശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള മുരിഞ്ഞ് വരണ്ട കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി, അതായത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമ്മൾ കറിക്കൊക്കെ വഴറ്റുന്ന പോലെ ഒരുപാട് മുരിഞ്ഞ് വരണ്ട. സവാള നന്നായി വാടിയ ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ റെഡും യെല്ലോ ആണ് ആഡ് ചെയ്യുന്നത്. ഗ്രീനും കൂടിയും കിട്ടിയാൽ നല്ല കളർഫുള്ളായിരിക്കും, കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും നമ്മളെ ഫ്രൈഡ് റൈസ് കാണാൻ വേണ്ടിയിട്ട്. ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ വളരെ നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുമ്പോൾ സെലറി എന്ന് പറയുമ്പോൾ അതിനൊരു എല്ലൊക്കെ ഉണ്ടാകും, പക്ഷെ എല്ലൊന്നും വേണ്ട. അതിൻ്റെ ആ ഗ്രീൻ ഭാഗം, ആ സ്റ്റിക്ക് ഭാഗമാണ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് കോഴിമുട്ടയാണ് ആഡ് ചെയ്യുന്നത്. കോഴിമുട്ട പകരം നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പിന്നെ ക്യാരറ്റും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഈ വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ റൈസ് കുക്ക് ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചില്ലി ചിക്കൻ റെഡിയാക്കാൻ പോവാണ്. ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. വളരെ സിമ്പിളാണ് ചില്ലി ചിക്കൻ, നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ വേറൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം. നമ്മുടെ റൈസ് അവിടെ കുക്കായി വരുന്നുണ്ട്. റൈസ് കുക്കായതിന് ശേഷം നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ആ ഫോമിലേക്ക് മാറ്റുന്നത്. നമ്മൾ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണ്ടേ. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമ്മൾ റൈസും മസാലയും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. മസാല ഇട്ട് റൈസിൽ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കൂടെ നമുക്കിതിലേക്ക് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൈസിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് റൈസൊക്കെ ഇടുമ്പോൾ അതിലേക്ക് കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് ഇടുക. കീപ് വാച്ചിങ്. താങ്ക് യു.